ഹലോ, പവിത്രം പുതിയ പ്രൊമോയിൽ കമലാമ്മ വേദയെ ഫോൺ ചെയ്യുന്നുണ്ട്. വേദയെ സൗണ്ട് കേൾക്കുമ്പം കമലാമ്മയ്ക്ക് നല്ല സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്ന സീനൊക്കെയാണ് കാണുന്നത്. വേദയും അങ്ങനെ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ് കമലാമ്മയെ വിളിച്ച് സംസാരിച്ച സമയത്ത്. അങ്ങനെ വിക്രം കമലാമ്മയെ ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്ത് കമലാമ്മ സന്തോഷം കൊണ്ട് നല്ല പൊട്ടിക്കരയുന്ന സീനൊക്കെ കാണുന്നുണ്ട്. എന്നാൽ കമലാമ്മയെ ചേർത്ത് പിടിക്കാൻ വിക്രമിനേക്കാൾ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ വേദയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് അതുവരെ കിട്ടാത്ത ഒരു സ്നേഹവും സമാധാനവും ഒക്കെ അവൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ വേദ ആ ഒരു വീട്ടിലേക്ക് വരാനും കമലാമ്മയെ ചേർത്ത് പിടിക്കാനും ഒക്കെ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ആ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ എന്നേക്കുമായി തിരിച്ചു കിട്ടുക എന്ന പ്രതീക്ഷയിലാണ് വിക്രവും വേദവും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ആ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷിൻ്റെ കല്യാണം നടത്തി കൊടുക്കാനാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് രണ്ടുപേരും. അതിന് വേണ്ടിയിട്ടാണല്ലോ വിക്രം ഇപ്പോൾ നാട്ടിലേക്ക് വന്നത് തന്നെ. അങ്ങനെ ആ കുട്ടിയെ കാണുന്നുണ്ട്. എന്നിട്ട് അവളുമായിട്ട് സംസാരിക്കുന്നുണ്ട് വിക്രം. അവളുമായിട്ട് തിരിച്ച് വിക്രം കൂടെ കൂട്ടിപ്പോവാം എന്നൊരു പ്രതീക്ഷയിലാണ് വിക്രം നാട്ടിലേക്ക് വന്നത്. അങ്ങനെ നമ്മുടെ ശ്രീനിവാസൻ സാറൊക്കെ കണ്ട് സംസാരിച്ച് സാറോട് അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മുതലാണ് അവരുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഒരു വശത്ത് വിക്രം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് മറുവശത്താണെങ്കിലോ നമ്മുടെ ജോബി നാട്ടിലേക്ക് വരുന്നുണ്ട്. നാട്ടിലേക്ക് വന്നിട്ട് വിക്രമിൻ്റെ നാട്ടിലേക്കാണ് വരുന്നത്. വന്നിട്ട് നമ്മുടെ ശ്രീനാഥിനെ കാണുന്നുണ്ട്. ശ്രീനാഥും ജോബിയായിട്ട് സംസാരിക്കുന്നതൊക്കെ അവർ എന്തൊക്കെയോ പ്ലാനുകളൊക്കെ ഒരുക്കുന്നതും അങ്ങനത്തെ ഒരു സീനൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ വിക്രം ശ്രീലക്ഷ്മിയെ കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ശ്രീലക്ഷ്മിയുടെ വീടിൻ്റെ മുന്നിൽ ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി രാത്രി വീട്ടുകാരറിയാതെ ശ്രീലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ രാത്രി വീട്ടുകാരറിയാതെ ഒളിച്ചു വന്ന ശ്രീലക്ഷ്മി കതക് തുറക്കുന്ന സമയത്ത് ശ്രീലക്ഷ്മിയുടെ അമ്മ ആ കാഴ്ച കാണുന്നുണ്ട്. പിന്നീട് ശ്രീലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ വിക്രമിനെതിരെ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുന്ന സീനൊക്കെയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. വിക്രമിനെ ആക്രമിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർ ഏർപ്പെടുത്തിയ ഗുണ്ടകളാണോ അതോ നമ്മുടെ ശ്രീനാഥ് ഏർപ്പെടുത്തിയ ഗുണ്ടകളാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ കൂട്ടുകാരെ. എന്തായാലും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.